ഹലോ, അപ്പോൾ ഒന്ന് നമുക്കൊരു മിനി വ്ളോഗ് കാണാം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. അതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അതിനിടയ്ക്ക് മോളിതാ എന്തൊക്കെയോ അതിനിടയ്ക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എടുത്തൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി പോവുകയാണ്. നമ്മുടെ വീടും നാടും ഒക്കെ എത്തുന്ന സമയത്ത് ഭയങ്കര ഒരു റിലീഫാണ് മനസ്സിന്. അങ്ങനെ വീട്ടിലെത്തി അമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നേ. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മുടെ അല്ലിക്കുട്ടനതാ വീട്ടിലേക്ക് അവിടേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളെ വിട്ടിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയിട്ടോ. ഹസ്ബൻഡ് തിരിച്ചു പോയി. പിറ്റേ ദിവസം കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ മുന്നേ ഒന്ന് പറമ്പും എന്താ പറയുക അമ്മേൻ്റെ കൃഷിയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. മക്കളും ഉണ്ട് കേട്ടോ. ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെ എത്രയോ മുന്നേ അവരൊക്കെ എഴുന്നേറ്റതാണേ. ഞാൻ പിന്നെ കുറച്ചധികം സമയം കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ കയ്പ കൃഷിയും പിന്നെ വെണ്ടയ്ക്ക കൃഷിയും ഒക്കെ ഉണ്ട്. ഇതിൽ ഒരുപാട് കയ്പങ്ങ അവർ പറിച്ചിട്ടുണ്ട് കേട്ടോ. പറിച്ച് ഭക്ഷണമൊക്കെ സാധനങ്ങളാക്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ പോകുമ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പാകമായതൊക്കെ ഞാനും കൂടെ എന്താ പറയുക ഹാർവെസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. അടിപൊളി. ഈ നമ്മുടെ നാടൻ കയ്പങ്ങ ആയിട്ടാണോന്ന് അറിയില്ല, ഭയങ്കര കയ്പാണ് കേട്ടോ ഇതിന്. നമ്മൾ സാധാരണ വാങ്ങുന്ന കയ്പയ്ക്ക് തന്നെ കയ്പാണ്, അതിലും ഒരിരട്ടി കൂടെ കയ്പാണ് ഇതിന്. ഒരുപാട് കൃഷി ഇതിൻ്റെ സൈഡിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചീരയുണ്ട്, കയ്പയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പിന്നെ അതൊരു കർമൂസത്തൈ കണ്ടോ, അടിപൊളിയാണ്. ഇതാണ് കേട്ടോ ഞാനിന്നിപ്പോൾ പറിച്ചെടുത്ത കയ്പ. ഇത് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനും അല്ലിക്കുട്ടനും കൂടെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടോ. ഇന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചക്കയൊക്കെ വലിച്ച് പിന്നെ പുഴുക്കൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ പുഴുക്കൊക്കെ തിന്നണം ഉച്ചയ്ക്ക് ശേഷം. പിന്നെ ഇത് ചെറിയ ചക്കയാണ് കേട്ടോ. ഇത് ഇടിച്ചക്കയാണ്. നമുക്ക് ഉപ്പേരി വയ്ക്കാനും പിന്നെ ചെറിയ ചക്കക്കറി വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ചക്കയാണ്. ഇവിടെ ഞാൻ മോക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം പെറുക്കാൻ വേണ്ടി വന്നാട്ടോ. ഇതാണ് കളി അടയ്ക്ക എന്നൊക്കെ പറയും. ഇത് പാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അടയ്ക്കാണ് കേട്ടോ. അപ്പം മോക്ക് കളിക്കാൻ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ പറമ്പിൽ കൂടെയൊക്കെ കുറച്ച് ഇതിലൊക്കെ തിരിഞ്ഞ് കളിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകൊക്കെ പറിച്ചതിന് ശേഷം വീട്ടിലേക്ക് തന്നെ കയറിയിട്ടോ. അപ്പോഴത്തേക്ക് അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പുട്ടും കടലക്കറിയൊക്കെ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ താഴെ പിൻ ചെയ്യാം, കാണാത്തവർ കണ്ടു നോക്കണം. കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇനി നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ